ഹലോ, ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ നന്നായി ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്കിത് നല്ല പഴം പൊരിക്കലായിരുന്നു ഡ്യൂട്ടി. പെരുന്നാൾ മോർണിംഗിൽ അധികവും നമ്മൾ ഒന്നെങ്കിൽ പഴംപൊരി അല്ലെങ്കിൽ ഉപ്മാവ് ഇത് രണ്ടുമാണ് ചൂസ് ചെയ്യാറുള്ളത്. എൻ്റെ വീട്ടിലാകുമ്പോൾ നല്ല ദോശയും ചട്നിയായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു മൈലാഞ്ചി ഇട്ട കൈകളുകൊണ്ട് നമ്മൾ ആ ഒരു ദോശ ചൂടോടെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. ഇവിടെ എത്തിയതിന് ശേഷം കുറച്ച് എളുപ്പപ്പണിക്ക് നമ്മൾ ഇതേ പഴംപൊരി ആക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് വിഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണമല്ലോ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ പഴംപൊരിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ ഉച്ചയ്ക്കുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചോറ് റെഡിയാക്കി എടുത്തു. പിന്നെ അതിലേക്കുള്ള കറിയായിട്ട് നമ്മൾ കുമ്പളങ്ങയും പച്ചക്കായും ചേനയും എല്ലാം കൂടി ഇട്ടിട്ട് കൂട്ടാൻ കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് അതിലേക്ക് പുളി പിഴിഞ്ഞതും പിന്നെ തേങ്ങയുടെ കൂടെ കുറച്ച് ചെറിയ ജീരകവും പച്ചമുളകും കൂടെ ചേർത്തരച്ച് അതും കൂടെ ഒഴിച്ച് കടുകും കൂടെ പൊട്ടിച്ചാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പായസം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഒരു 2 തരി ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് അവിയലിനുള്ള കൂട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിയലും തേങ്ങയും ജീരകവും കൂടി ചേർത്തരച്ച് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ അവിയലും സെറ്റ്. പിന്നെ ഈ ഒരു വിഭവം ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വന്ന് ഇക്കാൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് പരിചയപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഞാൻ പലകൊണ്ടും പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കുമ്പളങ്ങ പച്ചടി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ പരിചയപ്പെട്ടത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് വെള്ളരിക്ക പച്ചടിനെക്കാട്ടിലും പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. നോർമൽ നമ്മളെല്ലാ പച്ചടി ഉണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയുടെ അരപ്പിൽ കുറച്ച് കടുകും പച്ചമുളകും കൂടി ചേർത്ത് അന്ന് വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതിൽ സ്രാവ് മീനാണ് സ്പെഷ്യലായിട്ടുള്ളത്. നമ്മുടെ നോൺ വെജിൽ സ്രാവാണ് ഫസ്റ്റ് പെരുന്നാൾക്ക് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ പയറുപ്പേരിക്ക് വേണ്ടിയിട്ട് പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതും കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് പയറും കൂടി ഇട്ടാൽ നമ്മുടെ ഉപ്പേരിയും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും കൂടി റെഡി ആയിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ വീട്ടിൽ ഉമ്മ തൈര് കൂട്ടില്ല. അപ്പോൾ ഉമ്മക്ക് മാത്രമായിട്ട് ഞാൻ കുറച്ച് പുളി ചേർത്തിട്ട് ഒരൊറ്റ മാമ്പഴം മാറ്റി വെച്ചിട്ട് അത് പുളി ചേർത്തിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ സ്രാവ് നമ്മൾ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെന്ത് വന്ന ചെറുപയറിൽ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് അതിലേക്ക് ഇത് തേങ്ങയുടെ പാലും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പാടെ ചേർത്തിട്ട് ഒന്ന് തൂമിച്ചെടുക്കും കൂടെ ചെയ്താൽ നമ്മുടെ പായസം കൂടെ റെഡിയായി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നല്ല പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് കുറച്ച് പപ്പടം കൂടി പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ഇല വെട്ടിക്കൊണ്ട് വന്നു. പിന്നെ അത് ഓരോന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ചോറായി, നമ്മുടെ കൂട്ടാൻ കറി ആയിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് മാമ്പഴ പുളിശ്ശേരി, പയറുപ്പേരി, അവിയൽ, നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്, സ്രാവ് മീൻ പൊരിച്ചതുണ്ട്, പപ്പടം. ഓക്കെ, അപ്പം നമുക്കിനി ഫുഡ് കഴിക്കൽ തുടങ്ങാം. എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരൊറ്റ വാഴയിലയിൽ ഇതിങ്ങനെ കൂടിയിരുന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീൽ അത് വേറെ തന്നെയാണ് കേട്ടോ. അധികം നമ്മളിത് ഇങ്ങനെ 2 പെരുന്നാൾക്ക് മാത്രമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് രസമാണ്. അങ്ങനെ ഫുഡ് കഴിഞ്ഞിട്ടാണ് ഞാനിത് മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഓരോ വീട്ടിലും കയറി ഒരു 1/2 ഗ്ലാസ് പായസം കുടിക്കുക എന്നുള്ളത് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു കിടിലൻ വീഡിയോ ഇട്ട് വരാം. ഓക്കെ, ബൈ.